ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുധാമു ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യം ട്യൂബിനെ കുറിച്ച് പുതിയ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ ഒപ്പം ഹൈപ്പും കൂടി ഒന്ന് ഓണാക്കിക്കോളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ മുത്തുമണീസേ. അങ്ങനെ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് 1-2 ദിവസത്തെ ഒരു എപ്പിസോഡാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ആലോകിനെ ജയിലിൽ അടയ്ക്കുകയാണല്ലോ. നമ്മൾ രാജശ്രീക്കും അതുപോലെ നമ്മുടെ അച്യുതനും ഓരോ സമാധാനം ഇല്ലാട്ടോ. അങ്ങനെ അച്യുതനാനന്ദനും കൂടെ ചേർന്ന് വിളിക്കാവുന്ന കാണാവുന്ന ഒക്കെ ആൾക്കാരെയൊക്കെ വിളിക്കുകയാണ്. പക്ഷേ യാതൊരു ഫലവുമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അനു കൊടുത്തിരിക്കുന്ന ആ ഒരു കംപ്ലൈൻറ്റ് അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കംപ്ലൈൻറ്റാണ് അനു കൊടുത്തിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സാധാ ഒരു കംപ്ലൈൻ്റ് അല്ല. ഒരു പെൺകുട്ടിയെ വിവാഹ തലേ ദിവസം തട്ടിക്കൊണ്ടുപോവുകയും ആ പെൺകുട്ടിയുടെ വിവാഹം മുടക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ നല്ല രീതിയിൽ ഒരു കംപ്ലൈൻറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അച്യുതൻ ഒരു വക്കീലൊക്കെ കൂട്ടി പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ വിശേഷങ്ങളൊന്നും വേറെ ഒന്നുമില്ല. അടുത്ത പോലീസ് അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അയാൾ സത്യസന്ധമായിട്ടുള്ള ന്യായമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അച്യുതൻ ആ അടവും ഇതൊന്നും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഏറ്റില്ല കേട്ടോ. അച്യുതൻ ചെന്നിട്ട് അയാളെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്തിയിട്ട് എന്താ വേണ്ടത് എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പണമായിട്ടോ സ്വർണമായിട്ടോ അല്ല സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലമോ സാറ് പറഞ്ഞാൽ മതി, സാറ് പേരിൽ തന്നെ ഞാൻ പതിപ്പിച്ച് തന്നേക്കാം എന്നൊക്കെ പറയാട്ടോ. ഈടോ താൻ എന്നാ എന്നെക്കടുത്ത് കരുതിയത്? എന്താടോ താൻ കരുതിയത്? താൻ എന്താ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത്? എന്നെ കൈക്കൂലി തന്നാൽ എൻ്റെ കയ്യിലെടുക്കാം എന്ന് വിചാരിച്ചോ? തനിക്ക് ആൾ മാറിപ്പോയിടോ എന്ന് പറഞ്ഞ് എന്നിട്ട് പറയാട്ടോ. ഒരു പാവപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അച്ഛനോട് പറഞ്ഞു, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം മുടക്കി അതിൻ്റെ ജീവിതം ഇല്ലാതാക്കിയിട്ട് എന്താ ന്യായമായ തൻ്റെ മോനെക്കുറിച്ച് തനിക്ക് പറയാനുള്ളത്? ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂട്ടിയിട്ടാണ് ആ പെൺകുട്ടിയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ കൊല്ലാൻ കാരണക്കാരൻ പോലും തൻ്റെ മകനാണ് എന്ന് പൊന്നു സാറേ അച്യുത. അപ്പോൾ തന്നെ അടുത്ത നമ്പർ, എൻ്റെ പൊന്നു സാറേ, ഇതൊക്കെ അവരില്ലാത്ത കഥകൾ ഉണ്ടാക്കി എഴുതിയിരിക്കുന്നതാണ് സാറേ, ഇതൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ ഭയങ്കര അമ്പറിടുകയാണ്. തൻ്റെ ഒരു നമ്പർ ഇവിടെ ആക്കണ്ട, ഇതൊക്കെ സത്യമാണോ ശരിയാണോ എന്നുള്ളതൊക്കെ ഞാൻ പോലീസുകാരെ തീരുമാനിച്ചോളാം, താൻ പോയി തൻ്റെ പണി നോക്കണം എന്ന് പറഞ്ഞിട്ട് അച്യുതൻ അവിടെ നിന്ന് മാറ്റി ഇറക്കിയാട്ടോ. അച്യുതൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അച്യുതൻ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. തൻ്റെ മകൻ ഒരു ജാമ്യം പോലും കിട്ടിയില്ല. എടാ ബാല, നിൻ്റെ മോളെയും ഞാൻ വെറുതെ വിടുമെന്ന് നീ കരുതണ്ട, നിൻ്റെ അവസാനം എത്തിയടാ എന്ന് പറഞ്ഞ അച്യുതൻ അത്രയ്ക്കും വൈരാഗ്യമാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അച്യുതൻ വീട്ടിൽ വരികയാണ്. അപ്പോൾ രാജശ്രീ ആണെങ്കിൽ തൻ്റെ മോനെ പോലീസ് പിടിച്ചുകൊണ്ട് തല്ലിച്ചതച്ചു എന്നുള്ള സങ്കടത്തിലൊക്കെ ഇരിക്കുക. അപ്പോൾ രാജശ്രീ ഓടി വന്ന് അങ്ങ് ചെല്ലുകയാണ്. അച്ചുവേട്ടാ, നമ്മുടെ മകൻ കൊണ്ടുവന്നില്ലേ? എവിടെ എൻ്റെ മകൻ അലോക് കൊണ്ടുവന്നില്ലേ അച്ചുവേട്ടാ എന്ന് ചോദിക്കുക. അപ്പോൾ പറഞ്ഞുകൊണ്ട് രാജശ്രീ നിന്ന് കരയാട്ടോ. അപ്പോഴൊക്കെ നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അവന് ജാമ്യം പോലും കിട്ടാത്ത അവസ്ഥയാണ് അവളൊക്കെ ഉണ്ടാക്കി അവളെ എഴുതി കൊടുത്തിരിക്കുന്നത്, ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. അപ്പോഴേക്കും നമ്മുടെ ഇന്ദിരാമ്മ പറയണ്ട, എടാ അച്യുത, നീ ദേഷ്യവും വൈരാഗ്യത്തിനും ഒന്നും പോകേണ്ട സമയമല്ല. ഇത് അലോകിനെ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്തിറക്കാനുള്ള വകുപ്പ് നോക്കി എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ഇവിടെ ചോറ് അവിടെ കൂറും അവിടെയാണോ എന്നുള്ളതൊക്കെ എനിക്കറിയാം, ഞാൻ വെറുതെ വിടുമെന്ന് അമ്മ വിചാരിക്കേണ്ട. ഇതിന് ഞാൻ എണ്ണി ബാലിനോടും മോളോടും ഞാൻ പകരം വീട്ടിയില്ലെങ്കിൽ ഈ അച്യുതൻ്റെ പേര് മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ ഇന്ദിരാമ്മ പറഞ്ഞു, എൻ്റെ കണ്ണടയുന്നതിന് മുന്നേ എങ്കിലും 2 കുടുംബക്കാരുടെയും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് തീർന്ന് നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കുന്നത് കാണാനുള്ള ഒരാഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. നിങ്ങൾ ഇതിനൊക്കെ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഭയങ്കര ഇതായിട്ട് സംസാരിക്കട്ടോ. അപ്പം നമ്മുടെ ഗോമതി അറിയാണ് ഇന്ദിരാമ്മ വഴി നമ്മുടെ അലോകിന് ജാമ്യം കിട്ടിയില്ല എന്ന്.
എന്നുള്ള കാര്യം ഇതേ സമയം നമ്മുടെ ദേവമംഗലത്തെ നമ്മുടെ അനുവിനാണെങ്കിൽ വല്ലാത്തൊരു ഭയം. കാരണം ആലോകിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ അച്ചുമാമൻ്റെ സ്വഭാവമൊക്കെ നന്നായിട്ട് അനു മനസ്സിലാക്കിയതാണ്. അപ്പോൾ അവരെന്തായാലും വെറുതെ ഇരിക്കില്ല. തന്നെയും തൻ്റെ അച്ഛനെയും ഏട്ടന്മാരെയൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ഗോമതി ചെന്നിട്ട് അനുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ മുഖത്ത് തന്നെ ഒരു സന്തോഷമില്ലാത്ത, അലോക് ജാമ്യം കിട്ടിയില്ല, അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പോഴേക്കും ബാലനും പറഞ്ഞു, മോൾക്ക് എന്താ ഒരു വിഷമം ഉണ്ടല്ലോ അലോകിനെ ജയിലിൽ കയറ്റിയതിന്? ഇല്ലച്ചാ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അവൻ എന്നോട് കാണിച്ച ക്രൂരതയ്ക്ക് ഇതൊന്നുമല്ല. പക്ഷെ എനിക്ക് അതല്ല ഭയം. ഈ അലോകും അതല്ലെങ്കിൽ അച്ചുമാമനും ഒക്കെ ആണെങ്കിൽ ഇനി ഇപ്പോൾ എന്തെങ്കിലും ചെയ്തു കൂട്ടാൻ പോണോ എന്നുള്ള ഓർത്തിട്ടൊരു ഭയം. അപ്പോൾ ഇത്രയും പറഞ്ഞു അനു പറയുന്നു, തള്ളിക്കളയാട്ട കാര്യം. എന്ത് ക്രൂരനാണെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കുള്ള ഒരു ദേഷ്യം അവരെ തീർക്കും. അങ്ങനെയാണ്, ഒരു സ്വഭാവമാണ് ചെറിയച്ഛൻ്റേത്, അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ആരും പറഞ്ഞു, പിന്നെ എന്ത് കാണിക്കണമെങ്കിൽ കാണട്ടെ, ഞങ്ങൾ കൈയും കെട്ടിയിരിക്കുകയൊന്നുമില്ല. നിനക്ക് എന്താ പറ്റിയ മിത്രേ? അപ്പം മിത്ര, ഇവിടെ ഞങ്ങൾ ഇത്രയും പേരുണ്ട്, ഇനി എന്ത് വന്നാലും നമ്മൾ നേരിടാൻ തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ബാലൻ പെട്ടെന്ന് തന്നെ, അതെ നമ്മുടെ അനുശ്രീ വന്നിട്ട് നമുക്കൊരു സന്തോഷം മൂടൊന്നും വന്നിട്ടില്ലല്ലോ, നമുക്ക് നല്ല അടിപൊളി ഒരു ട്രിപ്പ് അങ്ങ് പോയാലോ എന്ന് ഫുൾ ട്രിപ്പ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ നമ്മുടെ മീനും മിത്തും അതിനൊപ്പം സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ബീച്ചിലും അങ്ങനെ കുറേ പാർക്കിലും ഒക്കെ പോയിട്ട് ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ഈ സമയത്ത് കൃഷ്ണമംഗലത്ത് ആകെ സങ്കടം. അപ്പം നമ്മുടെ നന്ദിനിയും നമ്മുടെ അനന്തനും കൂടെ സംസാരിക്കുന്നുണ്ട്. അനന്തേട്ടാ, ഇനി ആകെ ഒരു ഭയം തോന്നുന്നു. നന്ദിനി ആനന്ദിനോട് പറയണം, എന്ത് പറ്റിയടോ? അതെ, അച്യുതൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ മോളെ ഇങ്ങ് കൊണ്ടുവന്നാലോ? കാരണം ഇനിയിപ്പോൾ അനുവിനോട് ഈ ഒരു രീതിയിലൊക്കെ അലോക അവസാന നിമിഷം ഇങ്ങനെയൊക്കെ ആയി തീർന്നതിൻ്റെ പേരിൽ ഇനിയിപ്പം നമ്മുടെ മോൾ അതിൻ്റെ ഭവിഷ്യത്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ? ദേവമംഗലത്ത് നമ്മുടെ മോളെ ഇങ്ങ് കൊണ്ടുവന്നാലോ? എടോ, അതെങ്ങനെയാണ് അത്ര പെട്ടെന്ന് അങ്ങനെ ചെന്ന് നമുക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? ഒരു സിറ്റുവേഷൻ അല്ല. അവർ അനുവിനെയും അലോകിനെയും പോലെ വിവാഹം കഴിച്ചവരല്ല. അവർ കറക്റ്റായിട്ട് നല്ല ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നവരാണ്. അവർക്കിവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ? ഒരു കാര്യം ചെയ്യാം, അച്യുതനുമായിട്ട് ആലോചിച്ച് നമുക്ക് എന്താ വേണ്ടതെന്ന് ചെയ്യാം. നന്ദിനിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടെ ഇരുന്ന സമയത്ത് കൃഷ്ണമംഗലത്ത് അനന്ത ഇങ്ങനെ പറയുന്നുണ്ട്, മിത്രയുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു വല്ലാത്ത ടെൻഷനുണ്ട്. കാരണം അവൾ ഇതിൻ്റെ ഒക്കെ ഒപ്പം ഫലം ഇനി അവളാണോ അറിയേണ്ടത്, അവൾ അറിയേണ്ടി വരുമോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനാണ്. അനന്തൻ എല്ലാവരോടും അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്ദിരാമ്മ പറഞ്ഞു, അങ്ങനെ ഉള്ളവരല്ല ദേവമംഗലക്കാർ. ഗോമതിയും ബാലനും അങ്ങനെയെന്ന് നമ്മുടെ കുട്ടിയുടെ ആ രീതിയിൽ കാണിക്കില്ല, പെരുമാറിയില്ല. അപ്പോൾ അച്യുതൻ ദേഷ്യമുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോൾ നോക്കിയാലും ദേവമംഗലം ഗോമതി അമ്മയുടെ മോളാണ്, ശരി സമ്മതിച്ചു എന്ന് പറഞ്ഞ് അമ്മ എല്ലാത്തിനും അമ്മ ഒത്താശ പിടിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. കാരണം ഈ അച്യുതൻ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അച്യുതൻ്റെ അവൻ്റെ ഒരു സപ്പോർട്ട് ചെയ്ത എന്ത് പറഞ്ഞാലും അവരോടൊക്കെ ദേഷ്യപ്പെട്ട്, പ്രത്യേകിച്ച് അലോകിനി ഇപ്പം ജയിലിൽ കൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ആകെ ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ അച്യുതൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും ദേവമംഗലത്ത് സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞാൽ പിന്നെ അച്ഛനും ദേഷ്യം വരില്ലേ? ആ ഒരു ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇന്ദിരാമ്മയുടെ വാക്കുകൾക്കൊന്നും അവിടെ വിലയും പ്രസക്തിയും കൊടുക്കുന്നില്ല. അങ്ങനെ ഒടുവിൽ അനന്തനും നമ്മുടെ നന്ദിനിയും കൂടെ ദേവമംഗലത്തോട്ട് പോയി മിത്രയായിട്ട് ഒന്ന് സംസാരിക്കാം എന്ന രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അച്യുതനും രാജേശ്വരനും പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും കൂടെ വരാം. നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. അപ്പോൾ അനന്തൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ പോയി സംസാരിക്കാം. അച്യുത, നീ വന്നാൽ പറ്റില്ല. കാരണം നീ വന്നാൽ കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ഒച്ചപ്പാടും ഉണ്ടാകും. ഞങ്ങൾ മിത്രയായിട്ട് സംസാരിച്ചിട്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് പോരാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ദേവമംഗലത്തോട്ട് ചെല്ലണം. അപ്പം നമ്മുടെ ഗോമതി അവരെ കണ്ടത്, വാ ആനന്ദേട്ട അകത്തോട്ട് വാ എന്ന് പറഞ്ഞ്, ഇല്ല ഗോമതി, നീ മിത്രേനെ ഒന്ന് വിളിക്കാൻ പറ. കാരണം മിത്രയെക്കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് പറ. അപ്പോൾ നമ്മുടെ ബാലനും ആര്യനും മിത്രയും അവരൊക്കെ ഇറങ്ങി വരിക കേട്ടോ. അപ്പം ബാലൻ പറയാ, ബാല, നീ നിൻ്റെ മക്കൾക്ക് വേണ്ടിയായിട്ട് ഏതറ്റം വരെയും
നീ പോകുന്നുണ്ട്, അതേ ഒരു അവസ്ഥ തന്നെയാണ് എനിക്കും. എൻ്റെ മകൾ ഇപ്പോൾ ഈ ദേവമംഗലത്ത് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും മനസ്സിന് പ്രയാസമുള്ളതോ അത് എനിക്ക് മനസ്സിലാക്കിയിട്ട് അവൾക്ക് ഇവിടെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അവളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണം. കാരണം ഞങ്ങൾക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ. അവൾ വിഷമിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ബാലൻ അതിനെന്താ പെട്ടെന്ന് ഒരു മറുപടി പറയേണ്ടത്? സ്വന്തം അച്ഛൻ സ്വന്തം മകൾക്ക് വേണ്ടിയുള്ള മകളുടെ സിറ്റുവേഷൻ അറിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കാൻ വന്നതാക്കണ. അതിന് ബാലൻ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയേണ്ട. കാര്യങ്ങൾ അങ്ങനെ ബാലൻ അകത്ത് കയറി പോകുമ്പോഴേക്കും ഗോമതി പറയാം, എന്താ ആനന്ദേട്ടാ, അവളെ അങ്ങനെ നിങ്ങൾ അങ്ങനെയാണോ ഞങ്ങളിവിടെ അവളെ കാണുന്നത്? ഞങ്ങൾ സ്വന്തം മകളെ പോലെ അല്ലേ മിത്രേനെ ഞങ്ങൾ കാണുന്നത്? അപ്പോഴേക്കും മിത്ര പറയുന്നു, അമ്മ അച്ഛൻ നിങ്ങൾക്ക് എന്താ പറ്റിയത്? നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കാൻ ഈ ദേവമംഗലത്ത് മുറ്റത്ത് വന്നത് തന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും അപ്പച്ചിയോ അല്ലെങ്കിൽ ബാലച്ചനോ ആണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് ഇവിടെ ഇല്ല എന്ന് പറയാണ്. അല്ല മോളെ, നീ അല്ലേ പറഞ്ഞത് അനുവിൻ്റെ ജീവിതത്തിൽ അലോക എന്ത് ബുദ്ധിമുട്ടുണ്ടാക്കിയാലും അത് നിൻ്റെ ജീവിതത്തിൽ ആരും കാണിക്കുമെന്ന് നീയല്ലേ പറഞ്ഞത്? അപ്പോഴാണ് മിത്ര ആ കാര്യം ഓർത്തത്. പണ്ട് അനുവിന് വേണ്ടിയായിട്ട് അനന്തൻ്റെ അടുത്ത് ചെന്ന് മിത്ര പറഞ്ഞുവല്ലോ, ഇവിടെ എന്ത് കാണിക്കാനും അതായിരിക്കും ആര്യ എന്നോട് കാണിക്കുന്നതെന്ന്. അപ്പോഴേക്കും നമ്മുടെ മിത്ര പറഞ്ഞു, അച്ഛാ ഞാനത് വെറുതെ അന്ന് പറഞ്ഞതാണ്. കാര്യം അച്ഛൻ്റെ ഒരു ശ്രദ്ധ അനുവിൻ്റെ കാര്യത്തിൽ അച്ഛൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത്. ഇവിടെ ആര്യ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പുരുഷനാണ്. ഒരു സ്ത്രീ എന്ന പരിഗണന തന്നെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും മുൻനിർത്തി അതിനു വേണ്ടിയുള്ള രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി അധ്വാനിച്ച് എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാക്കാൻ വേണ്ടിയുള്ള അത്രയേറെ കഷ്ടപ്പെടുന്ന ആളാണ് ആര്യ. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ അപ്പൻ്റെ മുമ്പിൽ വെച്ച് നടത്തി തന്നത് ഗോമതി അപ്പച്ചിയും ആ സമയത്ത് അല്ലെങ്കിൽ ആ കല്യാണത്തിന് മുന്നേ അല്ലെങ്കിൽ സമയത്ത് എനിക്ക് ആര്യനെ എന്നിൽ ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു ഇഷ്ടമോ ഞങ്ങൾക്കിടയിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഒരുപാട് ആര്യനെ സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ ആര്യനും എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അത്രയും നല്ലൊരു വ്യക്തിയെ തട്ടിമാറ്റിക്കളയാൻ എനിക്ക് പറ്റില്ല. അച്ഛനും അമ്മയും ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ട. എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഭർത്താവിൻ തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ അതിൽ ഒരുപാട് സന്തോഷവതിയാണെന്ന് മിത്ര പറഞ്ഞു. പക്ഷെ മിത്രയുടെ വാക്കുകൾ അവർക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കിയെങ്കിലും തൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് അവൾ സന്തോഷമേ ഉള്ളൂ. എന്നിട്ട് മിത്ര പറഞ്ഞു, ഒരിക്കലും ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും അപമാനിക്കാനായിട്ട് പറഞ്ഞതല്ല. പക്ഷെ അതായത് ഞങ്ങളുടെ ജീവിതം ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം എനിക്ക് ഇവിടെ ഏറ്റവും നല്ല നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് പോകുന്നത്. സന്തോഷവും സമാധാനവും ഒക്കെ ചേർന്ന് തന്നെയാണ് എൻ്റെ ജീവിതം പോകുന്നത്. എൻ്റെ അച്ഛന് ആര്യൻ അത്രയ്ക്കും ആര്യൻ്റെ ഒരു പ്രവൃത്തിയിൽ മാഹാത്മ്യം കാണുന്ന ഒരു വ്യക്തിയാണ് മിത്ര എന്നുള്ളതാണ് മിത്രയുടെ വാക്കുകളിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഗോമതി അവരോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു വേവലാതിയും വേണ്ട നന്ദിയേട്ടത്തി, നിങ്ങൾ അതോർത്ത് മിത്രയുടെ കാര്യം ഓർത്ത് ഒരു ഇതും വേണ്ട. ഈ ദേവമംഗലത്ത് ഞങ്ങളുടെ 3 മരുമക്കളും മക്കളെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ള. അനുമോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ അവരെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ വേവലാതിപ്പെടേണ്ട എന്ന് തന്നെ ഗോമതി പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വിളിക്കാൻ പോയവരെ കൈയും വീശി തിരിച്ചു വന്നപ്പോഴേക്കും നമ്മുടെ അച്യുതൻ അങ്ങോട്ട് കൊണ്ട് അങ്ങോട്ട് ഇളവ് കേട്ടോ. ഞാൻ അന്നേരം പറഞ്ഞതാണ് ഞാൻ കൂടെ വരാമെന്ന്, അല്ലെങ്കിൽ ആനന്ദേട്ടനും നന്ദിയേട്ടനും പോയ കാര്യങ്ങളൊന്നും എത്തില്ല, ഒരു പിടുത്തവും കിട്ടില്ല, ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അപ്പോഴാണ് ഇന്ദിരാമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടായത്. കാരണം അച്യുതൻ പോയിരുന്നെങ്കിൽ അവിടെ അടിയും ബഹളവും എന്തെല്ലാം ഉണ്ടാകുമെന്ന്. പക്ഷെ നമ്മുടെ അനന്തൻ നന്ദിനിയും കൂടെ പോയിട്ട് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി. അവർക്ക് മനസ്സിലായി, സമാധാനമായി. കാരണങ്ങൾ വേറെ ഒന്നുമല്ല, തൻ്റെ മകൾക്ക് ഉചിതം ഒരു പയ്യനെ തന്നെയാണ് ആര്യൻ എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ട് തന്നെയുണ്ട്. അവർ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം അനന്തന് എന്ത് ചെയ്യണമെന്നുള്ള അറിയില്ല. കാരണം അങ്ങനെയാണ് ഒരു സിറ്റുവേഷനാണ്. ഏത് രീതിയിൽ ഇന്നിപ്പോൾ അച്യുതൻ നമ്മുടെ അലോകിനെ പുറത്തിറക്കും എന്നുള്ളതൊക്കെ ഓർത്തിട്ട് ആകെ ഒരു ടെൻഷനാട്ടോ. കാരണം അച്യുതൻ വെറുതെ ഇരിക്കില്ല. ഇനിയിപ്പോൾ അലോകിനെ പുറത്തിറക്കാൻ പറ്റാത്തതിൻ്റെ ആ ദേഷ്യവും അതെല്ലാം ഇനിയിപ്പോൾ നമ്മുടെ അച്യുതൻ ദേവമംഗലംകാരോട് കാണിക്കും. അപ്പോൾ അച്യുതനെ എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകണം
അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അനന്തൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദിരാമയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ദിരാമയ്ക്ക് തൻ്റെ മക്കൾ ഈ 2 കുടുംബവും ഒരുമിച്ച് സന്തോഷത്തോടെ പോകണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇന്ദിരാമയ്ക്കുള്ളൂ. കാരണം ആ ഒരു രീതിയിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് വരാണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മുടെ ആലോകിൻ്റെ ആ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയുള്ള ആലോക് ഇറങ്ങാനുള്ള ഒരു ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് കുറച്ച് 1-2 ദിവസത്തിനുള്ളിൽ ഒരു കിടക്കാൻ എന്നാണ് ആലോകിന് പറ്റുള്ളൂ. പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ പുറത്തിറങ്ങുന്ന ആലോക് നമ്മുടെ അനുവിന് പുറകെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആലോകിന് മനസ്സിലാകുന്നുണ്ട് ഈ കേസ് ഇനിയിപ്പോൾ മുന്നോട്ട് പോയാൽ പറ്റില്ല. അപ്പോൾ അതൊന്ന് മാറണമെങ്കിൽ തൻ്റെ ഭാര്യയായിട്ട് അനുശ്രീ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ ആ ഒരു ബോധ്യം നമ്മുടെ ആലോകിൻ്റെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെ ആലോക് നമ്മുടെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം അനുശ്രീനെ കാണാൻ പിന്നാലെ നീ എൻ്റെ ഭാര്യയായിട്ട് കൃഷ്ണമംഗലത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ജീവൻ വരുന്ന സീന് ഇതുവരെ കാണിച്ചിട്ടില്ല. നമ്മുടെ കഴിഞ്ഞ പ്രൊമോയിലൊക്കെ നമ്മൾ ജീവൻ്റെ അമ്മയും അനുവിനെ വീണ്ടും വിവാഹം കഴിക്കാൻ താല്പര്യത്തോടു കൂടി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സീനൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ഇനിയും വരാൻ പോകുന്ന എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്.